നമുക്ക് മ്യൂറൽസും മന്ദല ഡിസൈൻസും കൂടെ കമ്പൈൻ ചെയ്തൊരു പിക്ചർ വരച്ച് നോക്കാം. ഒരു പരീക്ഷണമാണ് കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സാധാരണ ഒരു ബ്ലാക്ക് ജെൽ പെൻ, കുറച്ചും കൂടെ കട്ടിയുള്ള ലൈൻസ് വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു CD മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. കുറച്ച് തിക്കായിട്ടുള്ള പാർട്ടൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ മ്യൂറൽസും മന്ദല ആർട്ടും കമ്പൈൻ ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് സർക്കിൾസും ഒരു ഔട്ട്ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു കൃഷ്ണൻ്റെ പിക്ചറാണ് മ്യൂറൽസ് വരയ്ക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പിക്ചർ കുറച്ചും കൂടി ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. ആയിട്ടുള്ള ഏരിയാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാർക്കർ യൂസ് ചെയ്യാം. ഔട്ട്ലൈനായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കാം. വിത്ത് വളരെ കുറച്ചിട്ടുള്ള സർക്കിളാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈൻ ചെയ്യുന്നതായിരിക്കും ഭംഗിയായിട്ടുണ്ടാവുക. അതിൻ്റെ ഔട്ട് സൈഡിലായിട്ട് കുറച്ച് വിത്തുള്ള പോർഷനാണ്. അപ്പോൾ ഇതിനകത്ത് പൂവിൻ്റെ ഇതൾ ഇതുപോലത്തെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ബാക്കി പോർഷൻ ഞാനൊരു ലീഫിൻ്റെ ഷേപ്പിലാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തുള്ള ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഔട്ടറായിട്ടുള്ള ഏരിയ ബ്ലാക്ക് ആക്കി കൊടുക്കാം. അടുത്ത ചെറിയ സർക്കിൾ ഞാൻ വെറുതെ വിടുവാണ്, ഒരു ബോർഡർ പോലെ. അതിൻ്റെ അടുത്ത വിത്തുള്ള ലെങ്തിൽ ഇതുപോലത്തെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. പെർപെൻഡിക്കുലർ ലൈൻസും ഹൊറിസോണ്ടൽ ലൈൻസും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വേർതിരിക്കുക. അല്ലെങ്കിൽ ഒരുപോലെ തോന്നും, അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ അകത്തിട്ടുടക്കുന്ന ലൈൻസിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്.
ഇതുപോലുള്ള ഡിസൈൻസ് വരയ്ക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മനസ്സിലൊരു മെഷർമെൻറ്റ് കാണുമല്ലോ, അതുപോലെ എടുത്തിട്ട് ചെയ്താലും മതി. അപ്പോൾ ഞാനിവിടെ മെഷറൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു പോർഷൻ കറുപ്പിച്ചു കൊടുക്കാം. ബ്ലാക്ക് ആയിട്ടുള്ള പോർഷൻ കുറച്ചും കൂടെ കൂടി നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും പുറത്തായിട്ട് ഞാൻ നേരത്തെ ചെയ്ത ലീഫിൻ്റെ പോർഷൻ തന്നെയാണ് കുറച്ചും കൂടെ ലാർജായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ അകത്തുള്ള ലൈൻസ് കുറച്ച് കർവ്ഡ് ആയിട്ടുള്ള ലൈൻസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. ഫ്ലാറ്റ് ആയിട്ടുള്ള ലൈൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊജക്ഷൻ കിട്ടത്തില്ല. ഇനി ഇതിൻ്റെ ഔട്ട് സൈഡ് കുറച്ച് കട്ടിക്ക് വരച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ CD മാർക്കർ യൂസ് ചെയ്യുന്നുണ്ട്. പിക്ചർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈൻ വർക്കാണ്. അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് മ്യൂറൽസും മന്ദല ഡിസൈൻസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പുതിയൊരു ആർട്ടുമായിട്ട് വീണ്ടും കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.